ഉണ്ണിമണിയുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്നറിയോ? അവളുടെ കയ്യിൽ ഞങ്ങൾ ഇന്നലെ തോട്ടിൽ പോയി പിടിച്ച ഒരു 4 മീനാണ് കേട്ടോ. ഞങ്ങളൊരു പാത്രം കൊണ്ട് പോയിട്ട് സൈക്കിൾ ചവിട്ടാൻ പോയതാണ്. അപ്പോൾ റോട്ടിൽ മീൻ മഴയൊക്കെ പെയ്തപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു പാത്രം കൊണ്ട് പോയി അവൾക്ക് മീനെ വേണമെന്നായി. അപ്പോൾ മീനെ ഞങ്ങൾ പിടിച്ച് ആ മീനാണ് കേട്ടത്. അപ്പോൾ ഫുൾ ടൈം അതിൻ്റെ ശുശ്രൂഷയാണ്, അതിന് തീറ്റ കൊടുക്കലും അതിന് നോക്കലൊക്കെയാണ് അല്ലേ. കുഞ്ഞു മീനുകൾ അതിന് ഞങ്ങൾക്ക് എന്ത് തിന്നാൻ കൊടുക്കണ്ടതെന്ന് അറിയില്ല. നമ്മൾ തോട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കുഞ്ഞു മീനാണ്. അവളുടെ ബിസ്ക്കറ്റിൻ്റെ ഒരു കുഞ്ഞു കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതത് കഴിക്കണമെന്നില്ല, ഇടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ട് അത്. ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയണവർ കമൻറ്റ് ചെയ്യട്ടെ. എന്തായാലും അവൾക്ക് ഹാപ്പി ചെയ്യുന്നുണ്ട്. അവൾക്ക് നോക്കാൻ 4 മീനെ കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ വിചാരിച്ചു അതിൽ വല്ല ചെടിയോ വല്ലതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് വരുമല്ലോ. വേര് വരുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെടി ഞാൻ ഇട്ട് കൊടുത്തു അതിലേക്ക്. ഇത് ഗിഫ്റ്റിൻ്റെ ഒരു പേപ്പറാണ്, ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്നാൽ മോൾക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ. ക്യാമറ കൊണ്ടുവന്നപ്പോൾ കണ്ടോ ഒരു മീൻ ക്യാമറയിലേക്ക് നോക്കി ഒന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും മറ്റേ തലയിലൊരു പൊട്ടുള്ള മീനാണ് കേട്ടത്. ഒരു പേര് പൂച്ചട്ടിയാനാണെന്ന് തോന്നുന്നു. തലയിലൊരു പൊട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ശുശ്രൂഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, പിന്നെ കളക്ടർക്ക് ഇങ്ങനെ അവധി പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അതിൻ്റെ ശുശ്രൂഷയിലാണ്. പിന്നെ ചെടി ഇട്ട് കൊടുത്തപ്പോൾ ഒരാൾ ചെയ്ത പണി കാണണോ? ആ ചെടി ഇട്ട് കൊടുത്തപ്പോൾ അവൾ പോയിട്ട് അതിലൊരു പെൻസിലിട്ട് കൊടുത്തു. അതിൻ്റെ ഉള്ളിലൊരു പെൻസിലും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മീനുകൾക്ക് എഴുതി പഠിക്കാനായിരിക്കും അല്ലേ. അങ്ങനെ ഒരു കുറുമ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ എടുത്തിടാവോ മീന്. ആ ചെടി വെച്ച് കൊടുത്തപ്പോൾ എല്ലാവരും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അവളിട്ട് കൊടുത്ത പെൻസിലും അവിടെ കിടക്കുന്നുണ്ട് കുറുമ്പ.